Hello, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, പ്രതീക്ഷിച്ച മിസ് അല്ല അല്ലെ വാഹിദ മിസ് ഇന്ന് കുട്ടിക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഇന്ന് വരാൻ ലേറ്റ് ആവും. നമുക്ക് നോക്കാം നെക്സ്റ്റ് ടൈമിൽ എത്തുമെന്ന് നോക്കാം. എനിവേ ഇപ്പോ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ PDF ഒന്ന് എടുക്കണേ. എന്താണ് നമ്മുടെ PDF? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെ, ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നിങ്ങളുടെ കയ്യിലില്ലേ? ഓക്കെ അല്ലേ? കൈവശം ഉണ്ടാവുമല്ലോ? ഒരു മിനിറ്റ് മാം. ഓക്കെ വെയിറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും വൈദ മിസ്സിന്റെ PDF എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. മാറി കയറിയത് കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ എടുക്കുക. എല്ലാവരും എടുത്തു കാണും അല്ലേ? ഓക്കെ ആണോ? ചാപ്റ്റർ 3 ആണ് കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് നമ്മളിപ്പോ എടുക്കുന്നത്. എല്ലാവരും തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ചാപ്റ്റർ 3 കണ്ടക്ട് ചെയ്ത് പോയത്, എങ്ങനെയാ ഡിസ്കസ് ചെയ്തത്? നമ്മൾ കുറെ എന്താ പറയുന്ന പഴയ കാല ചികിത്സാ രീതികളും ഇപ്പോഴത്തെ ചികിത്സാ രീതികളൊക്കെ കുറച്ച് വിവരിച്ചു. അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങളെങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? പുതിയ ചാപ്റ്റർ ആയത് കൊണ്ടൊന്ന് പോയി വായിച്ചൊക്കെ നോക്കിയപ്പോ മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് പറയാമോ? ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. എത്ര ട്രഡീഷണൽ സിസ്റ്റം ആണ് നമ്മള് നോക്കിപ്പോയത്? ആരെങ്കിലൊക്കെ ഒന്ന് പറയാനായിട്ട് ഞാൻ ഓപ്ഷൻ തന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേ. അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് എത്ര എണ്ണം ഉണ്ടായിരുന്നു ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് നമ്മൾ പഠിച്ചത്? എല്ലാവരും 5 ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് ഒന്ന് എല്ലാരും പറയണമെന്നില്ല. 2-3 ആരെങ്കിലൊക്കെ ആയിട്ടൊന്ന് 5 ഒന്ന് ഒപ്പിക്കാമോ? എല്ലാവരും കുറച്ച് പറഞ്ഞു. ആയുർവേദ, യോഗ, യുനാനി സിസ്റ്റം, സിദ്ധ സിസ്റ്റം, നാച്ചുറോപ്പതി സിസ്റ്റം. അപ്പൊ നമ്മള് പഠിച്ചതെല്ലാം തന്നെ ഒന്നിച്ച് പറഞ്ഞു വെച്ചു. അപ്പൊ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കിയിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അതിൽ ഏതെങ്കിലും ഇപ്പൊ എന്താ പറയുക, സിദ്ധ സിസ്റ്റത്തിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയോ? ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞോ എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് ഈ ക്ലാസ്സോടുകൂടി ചാപ്റ്റർ അവസാനിക്കും. ചെറിയൊരു ചാപ്റ്റർ ആണല്ലോ. ഞാൻ എന്റെ പറഞ്ഞോ 5 സിദ്ധ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ആരെങ്കിലും ഏതെങ്കിലും സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആയുർവേദത്തിനെ കുറിച്ച് പറയാമോ? ഏതെങ്കിലും നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായത് ഒന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആയുർവേദത്തിനെ കുറിച്ച് അല്ലെങ്കിൽ യുനാനി സിസ്റ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ യോഗയെ കുറിച്ച് മലയാളത്തിൽ പറഞ്ഞാലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലായി പോയി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആയുർവേദ ചികിത്സയില് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന 3 കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആയുർവേദത്തിൽ എന്താ ചെയ്യുന്നത്? സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചറിയാം. ഓക്കെ, അതിൽ നിന്ന് അവരത് ബേസ് ചെയ്തിട്ട്
സാധാരണയായിട്ട് എന്താ പറയുക വാതം, പിത്തം, കഫം അങ്ങനെ അല്ലെ അത്തരത്തിലുള്ള ഇതുകളാണ് പ്രധാനമായിട്ടും അടിച്ചമർത്തേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിച്ചറിയാം. നമ്മുടെ അസുഖങ്ങളും അതും വെച്ചുകൊണ്ട് കമ്പയർ ചെയ്തിട്ടാണ് അവര് മെഡിസിൻസ് ഒക്കെ നിർദ്ദേശിക്കുന്നത്. ദെൻ യോഗയിൽ എന്താ ചെയ്യുന്നത്? യോഗയിൽ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ നിറഞ്ഞു പിടിച്ച ഈ കാലഘട്ടത്തില് നമ്മുടെ ബ്രീത്തിങ് എന്തോ പറഞ്ഞോ ഒന്നുകൂടെ പറഞ്ഞോ. ബ്രീതിങ് ആണോ ഉദ്ദേശിച്ചത്? യോഗയെ ഓക്കെ, ചിലപ്പോ രണ്ടുപേരും ഒന്നിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല. ക്ലിയർ ആയിട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമല്ലേ, പറഞ്ഞു പോന്നോളൂ. അതായത് നിങ്ങൾ ഒരാളെ പറയുമ്പോൾ മറ്റുള്ളവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കൂടുതലും ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സബ് സെന്ററും പ്രൈമറി ഹെൽത്ത് സെന്ററും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുക. പക്ഷെ ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും എന്താ പറയാ ഈ അലോപ്പതിയാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാം, കുറെ കാര്യങ്ങളാണ്. പക്ഷെ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അതെന്താന്ന് ചിലപ്പോ നമ്മള് എപ്പോഴും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറയിപ്പിക്കുന്നത്. നിങ്ങൾ ഒരുപാട് അതിനെപ്പറ്റി ഡീപ്പായിട്ട് നോക്കണ്ട. പക്ഷെ എന്താണ് ആ മെഡിസിൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സിദ്ധയില് നമ്മൾ പറഞ്ഞു 5, അതാണ് പൊതുവെ നമ്മൾ കേൾക്കാത്തൊരിത്. അതുകൊണ്ടാണ് ഞാൻ അത് ആരോടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാമോ എന്ന് പറഞ്ഞത്. സിദ്ധയെ കുറിച്ച്, സിദ്ധാസിസ്റ്റത്തിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന്. മറ്റേതെല്ലാം നമ്മൾ എനിക്ക് തോന്നുന്നു ആയുർവേദ യോഗയും യുനാനിയും നാട്ടുപതിയൊക്കെ പ്രകൃതി ചികിത്സയൊക്കെ നമ്മൾ എപ്പോഴും കേട്ടേക്കുന്ന അല്ലെ, എപ്പോഴും നമ്മൾ എന്താ പറയുന്നതാണ്. പക്ഷെ സിദ്ധ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് എന്താ പറയുക 5 എലമെന്റ്സുകളാണ് അല്ലെ. എർത്ത്, വാട്ടർ, എന്താ പറയുക ഫയർ, പിന്നെ എന്താ പറയുക സ്കൈ, ഇതെല്ലാം കൂടിയിട്ട് അതെല്ലാം കൂടിയൊരു ഇതുകൊണ്ടാണ് പൊതുവെ അതിനെ സമൃദ്ധിപ്പെടുത്തുക. അതുമായി എന്താ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ രോഗത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് സിദ്ധ സിസ്റ്റത്തിൽ പറയുന്നത്. പൊതുവെ ആ സിസ്റ്റം മാത്രമാണ് നമ്മൾ അധികം അങ്ങോട്ട് കേൾക്കാത്തത്. ബാക്കിയെല്ലാം അത്യാവശ്യം നമ്മളൊക്കെ അറിയുന്നത് കാര്യം തന്നെയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്തതില് നമ്മൾ എന്താ പറഞ്ഞ ഓരോ ഇയർ അല്ലെ, ഇയർ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന ഇയറിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്. എന്താ പറയാ ഫസ്റ്റ്ലി നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടണം അല്ലെ, എല്ലാ ഫിനാൻഷ്യലി പുവർ ആയിട്ടുള്ള വ്യക്തികൾക്കും കിട്ടണം എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു. പിന്നീട് അത് ഇതാക്കി പ്രൈവറ്റൈസേഷൻ ഒക്കെ നടത്തി. ലാസ്റ്റ് വന്നപ്പോഴേക്കും അത് എന്താ പറയാ ഇൻഷുറൻസുകൾ കൂടി നമ്മുടെ ഇതിലേക്ക് വന്നു. പിന്നെ അത് വീണ്ടും ഡെവലപ്പ് ചെയ്താണ് നമ്മള് ലാസ്റ്റ് നമ്മൾ പഠിച്ച ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ഏരിയ ബീൻ ഡെവലപ്ഡ് എന്നുള്ള 3 ടയർ സിസ്റ്റത്തിലേക്ക് വന്നത്. ആ റൂറൽ ഏരിയയിലേക്കൊക്കെ പ്രത്യേകമായിട്ട് വ്യാപിച്ചു. നമ്മൾ കൂടുതൽ മനസ്സിലാക്കി പഠിച്ചു വെക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്താ പറയുക 3 ടയർ സിസ്റ്റം, അതാണ് നമ്മൾ കൂടുതൽ പഠിച്ചു വെക്കേണ്ടത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഇതിലേക്ക് വന്നു അല്ലെ, നിങ്ങൾ എന്റെ ചാപ്റ്ററിലേക്ക് വന്നു അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ക്ലാസ്സിലേക്ക് കിടന്നോട്ടെ. ഈ എന്താ പറയണ ഈ ചാപ്റ്ററിലേക്ക് എല്ലാവരും എത്തിപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ? നോക്കാം. നമ്മള് പഠിച്ചു നിർത്തിയത് എന്താണ്, ഇവിടെ വരെയാണ് അല്ലെ. നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഈ മേഖലയാണ്. അതായത് 3 ടയർ സിസ്റ്റം ആണ്. അതിന്റെ സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് അവിടെ ഡോക്ടേഴ്സ്, ജീവനക്കാര്, എത്ര ബെഡ് ഉണ്ട്, എന്തോരം ഇൻഡിവിജ്വൽസിന് അല്ലെ 500 ഇൻഡിവിജ്വൽസ് 5000 ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഇവിടെ എന്താണ് 13,000 ആണ്. ഇവിടെയാണെങ്കിൽ 1,20,000 പീപ്പിൾ ആണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. പിന്നെ ഇതിന്റെയൊക്കെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എത്ര ബെഡുകളൊക്കെയാണ് ഇവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, ഡോക്ടേഴ്സ് എന്തോരം ഉണ്ട്, പിന്നെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ, അങ്ങനെയൊക്കെ പൊതുവെ ഇതൊക്കെയാണ് ശ്രദ്ധിച്ച് വെക്കേണ്ടത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ചോദിക്കണോ നിങ്ങളോടൊക്കെ? നമുക്ക് ലാസ്റ്റ് നോക്കാം അല്ലെ, നമ്മുടെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചെയ്തതിന്റെ ഒപ്പം നമുക്ക് കവർ ചെയ്ത് പോവാം.
ഇത് നമ്മൾ അങ്ങനെ തന്നെയാ കണ്ടത്. ഏറ്റവും ടോപ്പിൽ എന്താണ് നാഷണൽ ലെവലൊക്കെയാണ്, പിന്നെ സ്റ്റേറ്റ് ലെവലാണ്, ഡിസ്ട്രിക്ട് ലെവലാണ്. ഇതിന്റെ അവസാന ഘട്ടമാണ് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചത്. റൂറൽ ഏരിയയില് എന്താ CHCയും PHCയും സബ് സെന്ററുകളൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമുക്ക് വീണ്ടും ഒരു ടോപ്പിക് ഉള്ളത് ചാപ്റ്റർ എത്രയാണെന്ന് ചോദിക്കുന്നത്. ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. വഹിദ മിസ്സിന്റെ ക്ലാസ് ആണെങ്കിലും ഞാനാണ് ഇന്നിപ്പോ എടുക്കുന്നത്. സിസ്റ്റത്തിന് അസൗകര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾക്ക് കണ്ടിന്യൂ ആയിട്ട് എടുക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫങ്ഷൻസ് ആണ്. നമുക്കത് അങ്ങനെ എടുത്തു പോയതിനു ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസും കുറച്ചും കൂടിയൊക്കെ ഒന്നുകൂടി നിങ്ങളെ എന്താ പറയാ പഠിച്ച കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോ ഹോസ്പിറ്റൽ ഫങ്ഷൻസ് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനൊരു വേറൊരു ചാപ്റ്ററും കൂടി സമയം ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അതായത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നിങ്ങളുടെ കൈവശം PDF ഉണ്ടോ? ചാപ്റ്റർ 12 ആണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. യെസ് എന്ന് പറയുന്നുണ്ട്. യെസ് മാം പറയുന്നുണ്ട്. എല്ലാവരും ഈ പറഞ്ഞോണം. ചിലപ്പോ ഒന്നിച്ച് എടുത്ത് വെച്ചെന്ന് വരില്ല. ഓക്കെ, ഭൂരിഭാഗം കുട്ടികളുടെ കയ്യിലുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് തെറ്റില്ല. ഓക്കെ ഗുഡ്. നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെയാണ് അതിന്റെ സാഹചര്യം അനുസരിച്ച് ഈ ചാപ്റ്റർ കൂടി നോക്കാം. അപ്പോ ഇപ്പൊ എടുക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താണ് ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. നമ്മളപ്പോ എങ്ങനെയാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. പിന്നെ വീണ്ടും നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള സിസ്റ്റമായ അലോപ്പതി വരെ എത്തി. അത് റൂറൽ ഏരിയയിലാണ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വരെ നമ്മൾ പഠിച്ചു. ഇനി ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, സാധാരണയായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. എന്തൊക്കെ ഫങ്ഷൻസ് പൊതുവെ ഉണ്ടാവുക? അതായത് ഹോസ്പിറ്റലിനുള്ളിൽ കുറെ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ പുറമേ അല്ലെ, ഹോസ്പിറ്റൽ അല്ലാതെ തന്നെ കുറെ ഫങ്ഷൻസ് ഒക്കെ ഹോസ്പിറ്റലിന്റേതായ രീതിയിലുള്ള കുറെ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് ഏതൊക്കെയാന്ന് നോക്കാം. ഇൻട്രാമ്യൂറൽ, അത് ഒരു എന്താ പറയുക, ഒരു ടേം ബൈ അതിന്റെ ഒരു വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻട്രാമ്യൂറൽ സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളെ പറയുന്നതാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്നുള്ളത്. എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പോ നമുക്കറിയാം അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ മതിൽക്കെട്ടിൽ നിന്നും പുറത്ത് ഉള്ള നടക്കുന്ന ഫങ്ഷൻസ് ആണ് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ഫങ്ഷൻസിനെ നമ്മൾ രണ്ടാക്കി തിരിച്ച് പഠിക്കുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രാമ്യൂറൽ ഫങ്ഷന്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ്ട്രാമ്യൂറൽ. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ സർവീസ് വിതിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. The next one, extramural service outside the wall of a hospital. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. Then intramural functions നമുക്ക് നോക്കാം. എന്താണ് intramural functions പറയുന്നത് നോക്കാം. അതിൽ പറയുന്നതാണ് restorative. അത് എന്താന്ന് നോക്കാം. Diagnostic. These consist of inpatient service involving medical, surgical and other specialists and special ഡയഗ്നോസ്റ്റിക്. അതായത് ഹോസ്പിറ്റലിന്റെ ആദ്യത്തെ ഒരു ഫംഗ്ഷനിൽ നമ്മൾ തരംതിരിച്ചാണ്. ഇപ്പൊ നമുക്ക് നോക്കാം. അതിൽ ഒന്ന് എന്താണെങ്കിൽ രണ്ടാമത്തേല് പ്രിവെന്റീവ് എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റിൽ പറയുന്നത് എഡ്യൂക്കേഷൻ, അതിൽ അവസാനത്തിൽ പറയുന്നത് റിസർച്ച്. അപ്പം റെസ്റ്റോറേറ്റീവ് മീൻസ് ഇത് തന്നെയാണ് പറയുന്നത്. റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് മെഡിക്കലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതായത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡയഗ്നോസ്റ്റിക് അല്ലെ, രോഗത്തിനെ നിർണ്ണയിക്കും. തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് നടത്തും. ഇൻ കേസ് ട്രീറ്റ്മെന്റ് മാത്രം പോരാത്ത ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, അവർക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്ന കുറെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യും അല്ലെ. അതിന്റെ എന്തായുള്ള ഫിസിക്കലി ട്രെയിനിങ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരോ അങ്ങനെ ആരെങ്കിലും നിയമിച്ചിട്ട് അത്തരത്തിലുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങുകളെല്ലാം കൊടുക്കും. ദെൻ കെയർ ഓഫ് എമർജൻസി, ഇത് തന്നെ വീണ്ടും ഇതെല്ലാം കൂടി എന്തെങ്കിലും എമർജൻസി പർപ്പസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതും അവിടെ നടത്തും. അപ്പൊ റെസ്ട്രിക്റ്റീവ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, അതാണ് അവിടെ നടത്തിക്കൊണ്ടുവരും. മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലില് രോഗി വരുമ്പോൾ മുതല് ആ രോഗിക്ക് കൊടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് പൊതുവെ രോഗം നിർണ്ണയിക്കും. നെക്സ്റ്റ് ആ രോഗിയെ ചികിത്സിക്കും. അതിനുശേഷം അതിന് എന്തെങ്കിലും റിഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫിസിക്കലി അല്ലെ, ഇപ്പൊ വീണ്ടും എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇതുകളൊക്കെ ചെയ്യൂലേ നമ്മള്, എന്താ പറയാ തെറാപ്പികളൊക്കെ ചെയ്യൂലേ, അങ്ങനെയുള്ള തെറാപ്പികളും
എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും ഇതൊക്കെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മോട്ടിവേഷനുകളൊക്കെ കൊടുക്കുന്ന ഒരു റിഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ പറഞ്ഞിട്ടില്ല, അതൊക്കെ തന്നെയാണ് പറയുന്നത്. ലാസ്റ്റ് വണ്ണിൽ പറയുന്നത് കെയർ ഓഫ് എമർജൻസി. ഇൻ കേസ് എമർജൻസി എന്തെങ്കിലും ഇപ്പൊ അപകടം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്തെങ്കിലും ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്ത് അങ്ങനെ പതിയെ അല്ല ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ 3 പ്രവൃത്തികളും ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് കെയർ ഓഫ് എമർജൻസീസ് എന്ന് പറയുന്നത്. അപ്പോ പുനരധിവാസം എന്നാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ, അങ്ങനെ സെപ്പറേറ്റ് ഒരു മീനിങ് ചോദിച്ചാൽ റെസ്ട്രിക്റ്റീവിന്റെ മീനിങ് വെച്ചാൽ പുനരധിവാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രോഗിയെ എന്താ പറയുക രോഗങ്ങളിൽ നിന്ന് വിമുക്തമാക്കി ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് റെസ്ട്രിക്റ്റീവ് എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. അപ്പോ വീണ്ടും ഒന്നുകൂടി പറയാം, ഈ റെസ്ട്രിക്റ്റീവിന്റെ മീനിങ് എന്ന് പറയുന്നത് അത് താഴെ പറയുന്ന ഘടകങ്ങൾ നിങ്ങൾ മീൻ ചെയ്യുമ്പോഴാണ് അത് പെട്ടെന്ന് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഒറ്റയടിക്ക് ആ മീനിങ് പറയാതിരുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക്, പിന്നെ ക്യൂറേറ്റീവ്. അതായത് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതിനെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് റീഹാബിലിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് കഴിയുമ്പോൾ ഒന്നല്ലേ നമ്മളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൗൺസിലിങ്ങോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതും അവർ ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് റീഹാബിലിറ്റേറ്റീവ് എന്ന് പറയുന്നത്. കെയർ ഓഫ് എമർജൻസീസ്, ഇൻ കേസ് എമർജൻസി ഫംഗ്ഷൻസ് ഒക്കെയാണ് വന്നത് അല്ലെ, പെട്ടെന്ന് അപകടമൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി കൊടുത്ത് പെട്ടെന്ന് രോഗം നിർണ്ണയിച്ച് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ഫിസിക്കലോ മെന്റൽ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്തു ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് പോകും അല്ലെ. അതിൽ തന്നെ ഉള്ള നമ്മള് എന്താ പറയാ കാഷ്വൽ ആദ്യം തന്നെ സ്പെഷ്യലി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഡോക്ടറിനെ കണ്ട് വിസിറ്റ് ചെയ്ത് അങ്ങനെയല്ലല്ലോ നമ്മള് എമർജൻസി വരുമ്പോഴും നേരെ കാഷ്വാലിറ്റി ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകുന്നു. അതാണ് റെസ്ട്രിക്റ്റീവ് എന്ന കാര്യം കൊണ്ട് പറയുന്നത്. അപ്പൊ നമ്മള് പഠിക്കുന്നത് ഹോസ്പിറ്റലില് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ആ ഹോസ്പിറ്റലില് ഇൻട്രാമുറൽ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാമുറൽ എന്ന് പറഞ്ഞ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് ആ ഫങ്ഷൻസിന്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ്, അതായത് വാളിനുള്ളിൽ ഹോസ്പിറ്റലിന്റെ വാളിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയെല്ലാം കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇൻട്രാമുറൽ എന്നുള്ളത്. ദെൻ ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന ഇതേമാതിരി ഹോസ്പിറ്റൽ ഫെസിലിറ്റീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ മ്യൂറൽ സർവീസ് എന്ന് പറയും. അതിൽ നമ്മൾ വീണ്ടും ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ പറഞ്ഞു റെസ്ട്രിക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പുനരധിവാസ ഒരു പാക്കേജ് ആണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് രോഗിയുടെ രോഗനിർണയം, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്, റിഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതേമാതിരി തന്നെ ആ വീടും ഇതന്നെയാണ് പുനരധിവാസം തന്നെയാണ് ഉദ്ദേശിക്കുക. അതായത് വ്യക്തിയെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അങ്ങനെ വീണ്ടും ആ വ്യക്തിയെ വീണ്ടും ഒരു രോഗം മാറ്റിയെടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. കെയർ ഓഫ് എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആക്സിഡന്റ് പെട്ടെന്ന് വരുന്ന ഒരു അപകടത്തിൽ നിന്നും മുക്തി നേടുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ ഒന്നിച്ച് പറയുന്ന പേരാണ് എന്താ റെസ്ട്രിക്റ്റീവ്. റെസ്ട്രിക്റ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തോ, മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ഓക്കെ ആയോ? ഇത് ഈ ഫംഗ്ഷനില് 1, 2 ഓക്കെ എന്ന് പറയുന്നത് എന്താ പ്രിവെന്റീവ്. അങ്ങനെ 2, 3, 4 തലങ്ങളായിട്ടാണ് ഈ ഫംഗ്ഷൻസിനെ കൊടുക്കുന്നത്. അതിൽ ഓരോ തരത്തിലും നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ സബ് ഹെഡിങ് ആയിട്ട് വീണ്ടും അതിലെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നുണ്ട്. അതാണ് എടുത്ത് പറയുന്നത്. റെസ്ട്രിക്റ്റീവില് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റിഹാബിലിറ്റേറ്റീവ്, പിന്നെ കെയർ ഓഫ് എമർജൻസീസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിവെന്റീവ്. പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് തടയുക അല്ലെ. എന്താണ് ഇതിൽ പറയുന്ന കാര്യം നോക്കാം. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആയിട്ട് ചൈൽഡ്. അതിൽ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക സാധാരണയായിട്ട് ഒരു പ്രഗ്നൻസി അല്ലെ നമ്മളുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ചൈൽഡ് ബർത്ത് കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ആ പ്രിവെൻസി എന്തൊക്കെ മുൻകരുതലുകൾ എന്തൊക്കെ രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെ തടയുക. പക്ഷെ ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആ മുൻകരുതൽ എന്താണ് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഹോസ്പിറ്റലിനകത്ത് തന്നെയാണ് നടക്കുന്നത്. എന്തൊക്കെ സ്റ്റെപ്പായിട്ട് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. നേരത്തെ മുതൽ എന്താ പറയാ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് അല്ലെ 9 month വരെ. അതിന്റെ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് നമുക്ക് അഡ്വൈസും മെഡിസിൻസും എല്ലാം ചെയ്തു തരുന്നത്. പക്ഷെ നമ്മൾ ആ ടൈം ഗ്യാപ്പിനുള്ളിൽ
വീണ്ടും ആ കറക്റ്റ് പൊസിഷൻ ടൈമിലൊക്കെയാണ് നമ്മൾ അഡ്മിറ്റ് ആവുള്ളൂ. പക്ഷെ ചില കേസിലെല്ലാം ഈ വ്യക്തികൾക്ക് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതും ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടത്തേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അതും അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഈ പ്രിവെന്റീവില് വരുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് വ്യക്തികളുടെ സാധാരണ രീതിയിലുള്ള വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രന്റെ ഡെവലപ്മെന്റ് വികാസങ്ങൾ അല്ലെ. ഒരു കുട്ടിയൊക്കെ നമുക്കറിയാം നേരത്തെ ഒരു പ്രകൃതിക്കാണെങ്കിൽ എന്താണ് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്യുബേറ്ററിലൊക്കെ കുറച്ച് ദിവസത്തേക്കൊക്കെ അതിലാണ് കൂടുതലായിട്ടും കുട്ടികളുടെ വളർച്ച വരുന്നത് വരെ കൈകാര്യം ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഡെവലപ്മെന്റ് ഓരോന്നോരോന്ന് ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് എന്താ നമ്മുടെ അല്ലെ ചൈൽഡിന്റെ മാതാവുമായിട്ടൊക്കെ യോജിപ്പിച്ച് പിന്നീട് പുറത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആയോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടുള്ളൂ. അപ്പൊ അതുവരേക്കുമുള്ള ആ ടൈമില് ആ കുട്ടികളുടെ വളർച്ചയും അതിന്റെ വികാസങ്ങളൊക്കെ വളർന്നവരേക്കും എവിടെയാണ് ഹോസ്പിറ്റലിൽ തന്നെ തങ്ങേണ്ടതൊക്കെയായിട്ട് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് കമ്മ്യൂണബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊളോങ്ഡ് ഇൽനെസ്. എന്താണ് സാംക്രമിക രോഗങ്ങൾ അല്ലെ, എന്തെങ്കിലുമൊക്കെ വ്യാപിക്കുന്ന മറ്റുള്ളവർക്ക് നമ്മളെ വില്ലേജ് വേസ്റ്റ് കണ്ടിരുന്നു മറ്റുള്ളവർക്കൊക്കെ പകരുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഹോസ്പിറ്റലുകാരാണ് കൂടുതലായിട്ടും ഹോസ്പിറ്റലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രിവെൻഷൻ ഓഫ് പ്രൊളോങ്ഡ് ഇൽനെസ് ആണ്. എന്താ ഇൽനെസ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അല്ലെ വരികയാണെങ്കിൽ അതിനെല്ലാം കാര്യമായ കാര്യങ്ങളെല്ലാം പ്രിവെൻഷനുകളും മുൻകരുതലുകളെല്ലാം എടുക്കുന്നത് എവിടെയാണ് ഹോസ്പിറ്റലിൽ തന്നെ ആണ്. അപ്പോ തന്നെ നെക്സ്റ്റ് പറയുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? പ്രൊളോങ്ഡ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങൾക്കും നോക്കുന്നത്. പ്രൊളോങ്ഡ് എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന എന്നുള്ള മീനിങ് ആണ് പ്രൊളോങ്ഡ്. ഓക്കെ, നീണ്ടു നിൽക്കുന്ന രോഗം. അതായത് കുറച്ച് നമുക്കറിയാമല്ലോ ക്യാൻസർ അല്ലെങ്കിൽ എന്താ പറയാ കിഡ്നി ഫെയിലിയർ ഒക്കെ ആകുമ്പോ അവർക്കൊക്കെ ഇടയ്ക്ക് വന്ന് മെഡിക്കലി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ട വരും അല്ലെ. ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ വല്ല കൂടുതൽ വ്യാപിച്ചത് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ റേഡിയേഷൻ ഒക്കെ അങ്ങനത്തെ തെറാപ്പിയൊക്കെ എടുക്കേണ്ടത് വരും. അപ്പൊ നീണ്ടു നിൽക്കുന്ന ഈ രോഗങ്ങളുടെ കൺട്രോളോ അല്ലെങ്കിൽ എന്താ പറയുക കമ്മ്യൂണബിൾ ആയിട്ടുള്ള സാംക്രമിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുൻകരുതലുകൾക്ക് എടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത് തന്നെ സെക്കൻഡ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. പ്രിവെന്റീവിന്റെ അണ്ടറിലാണ് അതിനെ വരുന്നത്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മുടെ ഒരു വ്യക്തിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ അല്ലെ ചില വ്യക്തികൾക്ക് എല്ലാ വ്യക്തികൾക്കും ഇമ്മ്യൂണൈസേഷൻ ഒക്കെ ഉണ്ടാവണമെന്നില്ല. അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ ആയിട്ട് ചിലപ്പോൾ ചില ചെക്കപ്പുകളും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് എടുക്കേണ്ടത് വരും. അതും ഇങ്ങനെ ചിലപ്പോൾ ഫ്രീക്വന്റ്ലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിന്റെ ഹെൽത്ത് ചെക്കപ്പ് എടുത്ത് അതിന്റെ കൗണ്ടുകളും കാര്യങ്ങളൊക്കെ നിലനിർത്തേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ അത് പഠിച്ചുകൊണ്ടല്ലേ നമ്മള് ഒരു സ്റ്റെപ്പ് മെഡിസിൻ കൊടുത്ത് അത് എങ്ങനെ പോസിബിൾ ആണോ കൃത്യമായിട്ട് വ്യക്തിയില് അഡോപ്ഷൻ നടക്കുന്നുണ്ടോ എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് ആ വ്യക്തികൾക്ക് കൊടുക്കുക. അങ്ങനത്തെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നടത്തുന്നതും ഈ പ്രിവെന്റീവിന്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മൾ വേറൊരു എഡ്യൂക്കേഷൻ ഒക്കെ നടത്തുന്നുണ്ട്, അത് താഴെ പറയുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മെഡിസിൻ കൊടുത്തിട്ട് അവരുടെ ആ ഒരു പിക്കപ്പ് അല്ലെ, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, വേരിയേഷൻ എന്തൊക്കെയാണ്, അതിന് എന്തെങ്കിലും വേറെ മെഡിസിൻ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട മെഡിസിൻ ആണോ, അങ്ങനെയൊക്കെ ഉള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പറയുന്നത്. ഇതന്നെ ഓക്യുപ്പേഷൻ, അതിൽ വരുന്ന വേറൊരു പോയിന്റ് ആണ് ഇത്. ഓക്യുപ്പേഷൻ നമുക്ക് ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ചെയ്യരുതെന്ന് പറയും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഒരു ഫൈനലൈസേഷനോട് കൂടിയിട്ട് അവർക്ക് ആ രോഗിക്ക് ആ വ്യക്തി എന്താ പറയുക അത്തരം തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അപ്പൊ അതെല്ലാം നിർദ്ദേശിക്കുന്നത് ഈ പ്രിവെന്റീവ് എന്നതിന്റെ അണ്ടറിലാണ് ഇതെല്ലാം കൃത്യമായിട്ട് നിർദ്ദേശിച്ചു പോകുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെയുള്ള ഒരു ട്രീറ്റ്മെന്റിന്റേതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പൊതുവെ ട്രീറ്റ്മെന്റ് ആണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ നടക്കുന്നത്. അതായത് ഹോസ്പിറ്റലിന്റെ വ്യക്തികൾക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട വ്യക്തികൾ വരുന്ന ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റെസ്ട്രിക്റ്റീവും നെക്സ്റ്റ് പ്രിവെന്റീവും പറയുന്നത്. തേർഡ് പിന്നെ ഇത് പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ. നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ ഇതിനുള്ള സൗകര്യം ഉണ്ടാവും അല്ലെ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയോട് കൂടിയിട്ടായിരിക്കും ചില ഹോസ്പിറ്റലുകളിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവര് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് മാത്രമല്ല
എഡ്യൂക്കേഷൻ കൂടി. ചില ഹോസ്പിറ്റലുകളിൽ അത് ഉണ്ടാവുള്ളൂ, വലിയ വലിയ ഹോസ്പിറ്റലായിരിക്കും, അവരോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ കൂടി നടത്തുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന അണ്ടറിൽ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിത് എന്താ പറയുക, ഇത് പ്രിവെന്റീവില് വരുമ്പോൾ എന്താന്നുള്ള ഒരു ചെറിയ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, എഡ്യൂക്കേഷന്റെ കീഴില് വീണ്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെന്ന് പറയുന്ന വ്യക്തിയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ തേർഡ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. നോക്കാം, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഫംഗ്ഷൻ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു. ഇതില് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച PHCയും CHC ഒക്കെയാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടതല്ല, ഇത് ഹോസ്പിറ്റലിലെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും അല്ലെ, മെഡിക്കൽ പഠിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും. അത് പക്ഷെ പൊതുവെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പവറിൽ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാം, മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ് അവിടെ എന്താണ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് എന്താ പറയുന്ന ഗ്രാജുവേഷൻ നടക്കുന്നുണ്ട്, ഇന്ന് മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അത്രയും കോഴ്സുകൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പല പല കോഴ്സുകളും ചില ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം, മിക്കവാറും ഇപ്പോഴത്തെ പഠിച്ചിറങ്ങുന്ന വ്യക്തികളെല്ലാം എന്താ പറയുക, നമ്മള് ഹയർ ആയിട്ട് +2 കഴിയുമ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ട് ഒപ്പം മാറിട്ട് എന്താ പറയാ ഇന്റേൺഷിപ്പ് ഒക്കെ ഈ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടും. അപ്പൊ അതായത് അവിടെ പഠിപ്പിക്കുന്ന ഒരു സൗകര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അവിടെ എന്തൊക്കെ പഠിപ്പിക്കും, മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. അത് ചില ഹോസ്പിറ്റലിൽ എന്താണോ ആ ഹോസ്പിറ്റലിൽ അത് പ്രൊവൈഡ് ചെയ്യും. ചില ഹോസ്പിറ്റലിൽ കുറച്ച് കാര്യങ്ങളായിരിക്കും അല്ലെ, ചിലപ്പോ ഡിഗ്രി കോഴ്സുകൾ മാത്രമായിരിക്കും ചില ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ചില ഹോസ്പിറ്റലിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഹാൻഡിൽ ചെയ്യും. അതേപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ്, ഇപ്പൊ അറിയാം നമുക്ക് MSW പോലെയുള്ള കോഴ്സുകൾ, അതെല്ലാം എന്താ പറയണ ഈ ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഇപ്പൊ നമുക്കറിയാം ഓരോന്നിനും സെപ്പറേറ്റ് ഇപ്പൊ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർഡിയോളജിസ്റ്റ്, ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഡിഗ്രി MBBSന്റെ തലം മാറിയിരിക്കുന്നത്. മറ്റേത് ഒറ്റയടിക്ക് നമ്മളൊരു MBBS എടുത്തിട്ടല്ല ഡോക്ടേഴ്സ് ആവുന്നത്. ഇപ്പൊ ഓരോന്നിനും സെപ്പറേറ്റ് കോഴ്സുകൾ പഠിച്ച് തന്നെ അവരുടെ ഡോക്ടറിന്റെ പദവി നിലനിർത്തുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ എന്തൊക്കെയാണോ ആ ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യുന്നത് അതെല്ലാം ഈ എഡ്യൂക്കേഷന്റെ അടുത്താണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതെല്ലാം. പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, നമുക്കറിയാലേ മറ്റേ എന്താ പറയുക ഹെൽത്തുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയാ ചെറിയ കോഴ്സ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു നിയമില് നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ? പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചവരൊക്കെ ഉണ്ടോ? നിങ്ങൾ ആ കോഴ്സുകളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കി ചെറുതായിട്ട്. ഉണ്ടോ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചവര്? നിങ്ങൾ വെറുതെ കേട്ടിരിക്കുകയാണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് പഠിച്ചവരുണ്ടോ? ആരുമില്ല. ചെറിയ ചെറിയ കോഴ്സുകൾ എന്തൊക്കെ ചെറിയ കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്. പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് എന്നൊക്കെ പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ടാവും, ആ ഹോസ്പിറ്റലുകാർ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇതേമാതിരി തന്നെ മൊത്തത്തിൽ ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തിനാണ് മെഡിക്കൽ ഫീൽഡിലാണ് അല്ലെ. അത് MBBS ഡോക്ടേഴ്സ് MBBS മാത്രം എടുത്തവർക്ക് മാത്രമല്ല എന്താ ഹോസ്പിറ്റൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടുന്നത്. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നത് എന്താ മെഡിക്കലുമായിട്ടുള്ള എന്തെങ്കിലും ജോലി സാധ്യത ഓർത്തിട്ടാണ്. അപ്പൊ അതായത് പല തരത്തിലുള്ള ജോലി സാധ്യതയായ വിവിധ കോഴ്സുകളും എഡ്യൂക്കേഷൻ എന്ന അണ്ടറിൽ വരാം. ഇതെല്ലാം ഓരോ ഹോസ്പിറ്റലിലും ഡിഫറെന്റ് ആയിരിക്കും. അവര് നടത്തുന്ന ഹോസ്പിറ്റലിൽ നടത്തുന്ന കോഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഹോസ്പിറ്റലിലെ പിന്നീട് ഇത്തരം സാധ്യതകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് പക്ഷേ ഇൻട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കൂടിയാണ്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ പെടാവുന്ന ഒരു കാര്യമാണ്. അതായത് ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്നത് എന്താണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നതാണ്. എഡ്യൂക്കേഷന്റെ അണ്ടറിൽ ഇഷ്ടംപോലെ കോഴ്സുകൾ വരാം. അത്
ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട രീതിയിൽ വ്യത്യസ്തമായിരിക്കും. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ സ്പെഷ്യലി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ആയിരിക്കാം, നഴ്സുമാരുടെ കോഴ്സ്, അല്ലെങ്കിൽ പാരാമെഡിക്കലുമായി ബന്ധപ്പെട്ട കോഴ്സുകളായിരിക്കും. എന്ത് തരത്തിലുള്ള കോഴ്സ് ആണെങ്കിലും ഇത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ക്ലിക്ക് ചെയ്തോ? നിങ്ങൾ ഡീപ്പായിട്ട് ഇത്രയും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആയില്ലേ? ആരും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ഓക്കെ, നമ്മള് പഠിച്ചു പോണ കാര്യങ്ങൾ എന്താന്ന് മനസ്സിലായോ? അതായത് റെസ്ട്രോക്റ്റീവ്, പ്രിവെന്റീവ്, മെഡിക്കേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചു വിടേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിന്റെ അടിത്തറയിൽ ഇനിയും കൂടുതൽ വരാം. ഈ എഡ്യൂക്കേഷൻ ലെവലിൽ ഇഷ്ടംപോലെ ചെറിയ സ്പെഷ്യൽ കോഴ്സുകൾ നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് മെഡിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ അങ്ങ് അറ്റം വരെയുണ്ട്. അപ്പൊ അത് ഏതാണോ ഓരോ ഹോസ്പിറ്റലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം എന്താ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഹോസ്പിറ്റലിന്റെ അകത്ത് നടക്കുന്ന ഫംഗ്ഷൻ പ്രവർത്തനം തന്നെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഗവേഷണം. ഇത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഗവേഷണം നടത്തണമെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പുറത്താണോ ചെയ്യുന്നത്? അല്ല, ഹോസ്പിറ്റലിന് അകത്ത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ റിസർച്ചും എന്താ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നായി മാറുന്നത്. റിസർച്ച് എന്ന് വെച്ചാൽ ഗവേഷണം. ഫിസിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. എന്തെങ്കിലും അല്ലെ, ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും, ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഫിസിയോളജി എന്തെങ്കിലും ആസ്പെക്ട് വെച്ച് എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഇത്തരം ഗവേഷണങ്ങൾ നടത്തുന്നത്. ചിലപ്പോൾ രോഗം നിർവഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പം ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യം എന്തുകൊണ്ട് ക്ഷയിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തുമായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളെല്ലാം നടത്തുന്നത് അസുഖമായിട്ട് രോഗിയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളെല്ലാം നടത്തുന്നത് എവിടെയാണ്? റിസർച്ചിൽ നടത്തുന്നത് ഹോസ്പിറ്റലിലെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലാണ് നടത്തുന്നത്. ക്ലിനിക്കൽ മെഡിസിൻസ്, ദെൻ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊക്കെ നമുക്കറിയാം, ചരിത്രപരമായിട്ട് പഠിച്ചിട്ടൊക്കെയാണ് കുറെ കാര്യങ്ങളല്ല, കുറെ ചകഞ്ഞ് നോക്കിയിട്ടാണ് കുറെ ഗവേഷണങ്ങൾ കണ്ടെത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്ലിനിക്കൽ മെഡിസിൻ എന്നുള്ള ഉദ്ദേശത്തിന്റെ ആ ലേബിൾ പറയുന്നത്. അതായത് ചരിത്രപരമായ കാര്യങ്ങൾ ചകഞ്ഞ് പഠിക്കുന്ന ഒരു മേഖലയാണ്, റിസർച്ച് നടത്തുന്ന ഒരു കാര്യത്തിനെയാണ് ക്ലിനിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ അല്ലേ, നമ്മളുടെ സാധാരണയായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയാ രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതുകളൊക്കെ നിക്ഷേപിച്ച് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അണുക്കളോ അല്ലെങ്കിൽ ബാക്ടീരിയയോ അല്ലെങ്കിൽ ഫംഗസിനെയോ ഇതിനെങ്ങനെയൊക്കെ നമുക്കറിയാം. ഗവേഷണം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം നടത്തുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആയിട്ടാണ് നടത്തുന്നത്. ഹോസ്പിറ്റലിലെ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇതേമാതിരി തന്നെ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും അല്ലെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ ഫിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും ഭേദഗതികളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയും ഈ എന്താണ് റിസർച്ച് എന്ന കേരളത്തിന്റെ അണ്ടറിന്റെ കീഴില് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷന്റെ കീഴില് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 4 പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലാക്കി തന്നെ വെക്കുക. ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫംഗ്ഷൻ ആണ്. അതെന്താണ്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ, എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസിന്റെ കീഴിലാണ് എന്തൊക്കെ വരുന്നത്? റെസ്ട്രിക്റ്റീവ്, അതായത് രോഗിയുടെ രോഗവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റും അതല്ലെങ്കിൽ അതിനുശേഷം കൊടുക്കുന്ന എന്താണ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സും ഇതെല്ലാം നടക്കുന്നത് റെസ്ട്രിക്റ്റീവ് എന്ന ഫംഗ്ഷനിലാണോ. വീണ്ടും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിലും അതിന്റെ ട്രീറ്റ്മെന്റും എന്താണ് റെസ്ട്രിക്റ്റീവ് എന്ന അണ്ടറിലാണ് വരുന്നത്. പിന്നെ പ്രിവെന്റീവ് നമ്മൾ പറഞ്ഞു, അതിലെന്തെങ്കിലും തുടക്കം മുതൽ അല്ലെ വ്യക്തികളുടെ തുടക്കം നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളുടെ ജനനവുമായി ബന്ധപ്പെട്ട തുടങ്ങി അതിന്റെ വികാസവും അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഡിസീസസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. ഒപ്പം തന്നെ ഡിസീസസ് അത് നമ്മൾ ഒരു വ്യക്തി വന്നതിന് ശേഷം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷമല്ല ഈ പ്രിവെന്റീവ് ആക്ഷൻ എപ്പോഴും എടുക്കാറില്ല. ഇപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേരെ കൗണ്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യാലിറ്റി, ഇപ്പൊ നമ്മള് എന്താ പറയാ ബർത്തുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ജനിക്കുന്ന ഇൻക്യുബേറ്ററൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി വന്നിട്ടല്ല, നേരത്തെ കൂട്ടി നമ്മളത് തയ്യാറാക്കി വെക്കുകയാണ് അല്ലെ. അതുമാതിരി തന്നെ ആ ഒരു സിറ്റുവേഷൻ നടത്തുന്നത് പ്രിവെന്റീവ് എന്നതിന്റെ കീഴിലാണ്.
കൺട്രോളിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന രോഗങ്ങളെയാണെങ്കിലും ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രിവെന്റീവിന്റെ അണ്ടറിലാണ് വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതുമായ കാര്യങ്ങളെല്ലാം പ്രിവെന്റീവിലാണ് വരുന്നത്. ഇതിന് വീണ്ടും എഡ്യൂക്കേഷൻ തന്നെ, ഈ എഡ്യൂക്കേഷന്റെ ലേബലിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി രോഗിയെ കുറിച്ച് പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനാക്കി മാറ്റുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനകത്ത് നടത്തുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് ഏതെങ്കിലും വ്യത്യസ്ത ഹോസ്പിറ്റലിലെ വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സുകളായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ആ കോഴ്സുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം. റിസർച്ച് എന്ന് പറയുന്നത് എന്തിനെങ്കിലും കുറിച്ചുള്ള ഗവേഷണമാണ്. അത് വ്യക്തികളുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ രോഗത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ചരിത്രപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, ഇത്ര ഏജ് ഇപ്പൊ നമ്മൾ പറയില്ല ആയുർദൈർഘ്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ല, ഇതിങ്ങനെ കുറെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അതൊന്നും രോഗനിർണയത്തിന് അല്ലെങ്കിൽ രോഗം ഭേദമാക്കുന്നതിനോ വേണ്ടിയിട്ടല്ല. അതിന്റെയൊക്കെ എന്ന് പറയുന്നത് ഇത്രയും ആയുസൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉള്ളത് ക്ലിനിക്കൽ മെഡിസിൻ, ചരിത്രപരമായ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അതെല്ലാം കൈകാര്യം ചെയ്തു. ഇങ്ങനെയുള്ള റിസർച്ച് ഒക്കെ നടത്തുന്നതും ഇൻട്രാമ്യൂറൽ ഫംഗ്ഷന്റെ കീഴിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെയാണോ? ക്ലിയർ ആയോ? അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാറായോ? മതിയായോ നിങ്ങൾക്ക് കേട്ട്? ആരും റെസ്പോണ്ട് ചെയ്യണില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇതുവരെ? ഓക്കെ, എന്നാ ഞാൻ എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനിലേക്ക് പോക്കോട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞെങ്കിൽ മൂന്നാലെണ്ണം ഒന്ന് ഞാനൊന്ന് ഇത് ചെയ്ത് വെക്കാം. എന്താന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ വെറുതെ ഇരിക്കാനുള്ളൊരു ഡൗട്ട് തോന്നുന്നു. നിങ്ങൾ ആ ഫങ്ഷൻസ് ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞേ. പോയിന്റ്സ് ഹോസ്പിറ്റലിലെ ഫംഗ്ഷനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിലൊന്ന് ഇൻട്രാമ്യൂറൽ എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് എക്സ്ട്രാമ്യൂറൽ, അത് ഹോസ്പിറ്റലിന്റെ പുറത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എക്സ്ട്രാമ്യൂറൽ. ഇനി അത് എത്രണ്ണായിട്ട് വീണ്ടും നമ്മള് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ എത്രണ്ണം വന്നിട്ടുണ്ട്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ അതിനെ നാലായിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. അതൊന്ന് റെസ്റ്റോറേറ്റീവ് എന്നാണ്. അത് പിന്നെ ഒരു രോഗി വരുമ്പം മുതൽ രോഗിനെ ഒരു ചികിത്സിക്കുന്ന ഒരു രീതി, അതായത് രോഗിക്ക് വേണ്ട തെറാപ്പി, മോട്ടിവേഷൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്ന ഒന്നാണത്. നെക്സ്റ്റ് പ്രിവെന്റീവ്. ഒരുപാട് ഡീപ്പായിട്ട് പോകണമെന്നില്ല, അടുത്തത് പറഞ്ഞോളൂ. പ്രിവെന്റീവ് ആരെങ്കിലും പറയൂ. എല്ലാം ഒരാളെങ്കിലും പറയണമെന്നില്ലല്ലോ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ജനനം മുതൽ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് പ്രിവെന്റീവ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും കമ്മ്യൂണബിൾ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രിവെന്റീവിൽ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് താഴേക്ക് പോകുന്നു, കൺഫ്യൂഷൻ വരില്ല, താഴേക്ക് പോകും. എഡ്യൂക്കേഷൻ എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞോ എന്തെങ്കിലും. ആരും ഇല്ലേ? ഒരാൾ മാത്രമേ ഉള്ളൂ. എഡ്യൂക്കേഷനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. വിളിച്ചു പോയാ? ഹലോ, എഡ്യൂക്കേഷനെ കുറിച്ച് എന്തെങ്കിലും പറയൂ. മാം, എഡ്യൂക്കേഷൻ എനിക്ക് അത്ര ഇങ്ങോട്ട് ക്ലിയർ ആയില്ല. റിസർച്ച് മനസ്സിലായി. റിസർച്ച് പറഞ്ഞോളൂ. റിസർച്ച് എന്ന് പറഞ്ഞാല് പിന്നെ ഓരോ രോഗികളുടെ ഹോസ്പിറ്റലിനുള്ളിൽ രോഗനിർണയം, പിന്നെ അതിനെ കുറിച്ചിട്ട്, പിന്നെ ആരോഗ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തുന്നത്. ഓക്കെ, എന്തായാലും ഇതൊക്കെ തന്നെയാണ് എഡ്യൂക്കേഷന്റെ. ഞാൻ പറഞ്ഞ വ്യത്യസ്ത കോഴ്സുകളാണ് ഹോസ്പിറ്റലിൽ നടക്കുക. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ പറയുന്നത്, ഏത് ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ എന്താണ് എഡ്യൂക്കേഷൻ പാക്കേജ് ഉള്ളത്. ഹോസ്പിറ്റലിൽ ചിലപ്പോൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അതായത് അവർക്ക് ആ ഹോസ്പിറ്റലിനോട് ചേർന്ന് എന്താ എഡ്യൂക്കേഷൻ പർപ്പസ് ഒന്നും ഉണ്ടാവില്ല. ചില ഹോസ്പിറ്റലിൽ എഡ്യൂക്കേഷൻ പർപ്പസും കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നഴ്സുമാരെ പഠിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പോ എന്താ പറയുക പാരാമെഡിക്കൽ കോഴ്സ് പഠിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പോ എന്തെങ്കിലും MSW പോലത്തെ കോഴ്സുകളൊക്കെ. അവർക്കുള്ള ഇന്റേൺഷിപ്പ് ഒക്കെ നടത്തുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്, അല്ലെ?
ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് വേറെ സെക്ഷൻ ആണെങ്കിൽ ഈ ഇന്റേൺഷിപ്പ് പ്രോസസ് എല്ലാം നടക്കുന്നത് എവിടെ? ഹോസ്പിറ്റലിനുള്ളിൽ വെച്ചാണ്. അതായത് പ്രാക്ടിക്കൽ ആ മീനിങ്ങിൽ എടുത്ത് നോക്കാം. പഠിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കുറച്ച് പ്രാക്ടീസും കൂടി വേണ്ടി വരും ഈ എന്താ പറയുക മെഡിക്കൽ സംബന്ധമായിട്ട്. അപ്പൊ ഈ പ്രാക്ടീസ് നടക്കുന്നത് എവിടെയാ? ഹോസ്പിറ്റലിനുള്ളിൽ വെച്ചാണ്. അപ്പൊ അത്തരം പ്രവർത്തികൾ നടത്തുന്നത് എന്താന്ന് പറയുന്നത്? അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇൻട്രാമുറൽ ഫങ്ഷൻസിലാണ് നടക്കുന്നത്. എന്താണ്? എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ് വരുന്നത്. മനസ്സിലാക്കി വെക്കാം. ഓക്കെയാണ്? എഡ്യൂക്കേഷൻ മനസ്സിലായോ? എഡ്യൂക്കേഷൻ എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഹോസ്പിറ്റലിലെ വ്യത്യസ്ത തരത്തിലുള്ള എഡ്യൂക്കേഷൻ പ്രോസസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യാൻ വരിക. അവരുടെ ഇന്റേൺഷിപ്പ് നടക്കുന്നത് ഹോസ്പിറ്റലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതായത് അവരുടെ പ്രാക്ടീസ് നടത്തുന്നത് ഹോസ്പിറ്റലിന്റെ അകത്തായിരിക്കുമല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗിയെ കൊണ്ടുവന്ന് ടെമ്പറേച്ചർ എടുക്കണം, അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്യണം, അല്ലെങ്കിൽ പരിശോധിക്കുക, എന്തൊക്കെ പുതിയ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രാക്ടീസ് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി പഠിപ്പിക്കുന്ന ഇതുകൾക്ക് ഉണ്ടാകുമല്ലോ. പഠിപ്പിക്കുന്ന ഒരു കൂട്ടരായിരിക്കാം, പക്ഷെ പ്രാക്ടീസ് കൊടുക്കുന്ന വേറെ ഡോക്ടേഴ്സിന്റെ അണ്ടറിലായിരിക്കും. എനിവേ അത് നടത്തുന്നത് എന്തായിരിക്കും? ഹോസ്പിറ്റലിന്റെ ഉള്ളിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ സാധാരണ രീതിയിൽ അറിയാവുന്ന ഒരു മേഖല തന്നെയാണ് എഡ്യൂക്കേഷനില് ഹോസ്പിറ്റലിന്റെ പങ്ക് എന്താണെന്നുള്ളത്. അതായത് പ്രാക്ടിക്കലി മിക്കവാറും നടത്തുന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും. ആ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് എഡ്യൂക്കേഷന്റെ കീഴിൽ നമ്മൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ മിറർ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ അല്ലേ? എക്സ്ട്രാ മിറർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോക്കാം. നേരത്തെ തന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് നോക്കാം. എക്സ്ട്രാ മിറർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസ്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്സ്, തന്നെ ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നടക്കുന്നു. അതല്ല ഹോസ്പിറ്റൽ അല്ലാതെ തന്നെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട് അല്ലേ? നമ്മൾക്കറിയാം പ്രായമായ വ്യക്തികളെയൊക്കെ ചിലപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടല്ല ഇപ്പോഴും ചെയ്യുന്നത്. അവർക്കൊക്കെ എവിടെയെങ്കിലും ഡേ കെയർ സെന്ററുകൾക്ക് ചിലപ്പോൾ നടക്കുന്നതൊക്കെ ഈ കാലഘട്ടത്തിന്റെ പതിവാണ്. അതേമാതിരി തന്നെ എന്താ പറയുക ഹോം കെയർ സർവീസ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എപ്പോഴും കൊണ്ടുപോയി കൊടുക്കാനൊന്നും സാധിക്കില്ല. ചിലപ്പോഴൊക്കെ കുറെ നീണ്ട കാലഘട്ടം വീട്ടിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കറിയാം വീടുകളിലായിരിക്കും അവർ ആ പേഷ്യൻസിനെ എല്ലാം കൈകാര്യം ചെയ്ത് ചിലപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ വരെ ഉൾപ്പെടുത്തി ചികിത്സകളെല്ലാം വീടുകളിൽ വരെ നമ്മൾ നടത്താറുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം സർവീസുകൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? ഇപ്പൊ സിലിണ്ടർ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യിപ്പിക്കേണ്ടതോ അങ്ങനെയായിട്ടുള്ള സർവീസുകളെല്ലാം നടത്തേണ്ടി വരും. അതാണ് ഈ ഔട്ട് പേഷ്യന്റ് സർവീസ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിന്റെ അകത്തൊന്നും സർവീസുകൾ പ്രൊവൈഡ് കിടത്തി ചികിത്സകളൊന്നും ഉണ്ടായിരിക്കില്ല. അല്ലാത്ത തരത്തിലുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ചില സർവീസുകൾ, മൊബൈൽ ക്ലിനിക് സർവീസ്, ചിലപ്പോ ചില സാഹചര്യങ്ങൾ നമുക്കറിയാം ചില പ്രത്യേക കൺട്രോളുകളല്ലാതെ രോഗങ്ങളൊക്കെ വരുമ്പോഴും നമ്മള് വാഹനങ്ങളിലൂടെ തന്നെ ഈ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? എന്തെങ്കിലും ആംബുലൻസ് അങ്ങനത്തെ വെഹിക്കിളിലൊക്കെ എല്ലാ സൗകര്യത്തോടു കൂടി ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി വരെ നമുക്കിപ്പോ അറിയാം യുദ്ധങ്ങളിലും അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം അവർ കൊടുക്കുന്ന ഒരു സേവനം എന്ന് പറയുന്നത് മൊബൈൽ ക്ലിനിക്സ് ഒക്കെയാണ്. ഇപ്പൊ ഹോം കെയർ സർവീസ് എന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സയില്ലാത്ത ഒരു സേവനമാണോ. ഒപ്പം തന്നെ ഹോം കെയർ സർവീസ് വീടുകളിൽ പരിശീലിക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും സർവീസ് ഇതേമാത്രം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് മാസത്തിൽ ചെന്ന് ചെക്ക് ചെയ്ത് വിലയിരുത്തേണ്ടതായിട്ടുണ്ടാവും. ചിലപ്പോ എന്താ പറയുക പ്രഷർ അതൊക്കെ അല്ലെ? ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ആരോഗ്യ പ്രവർത്തകർ തന്നെ വന്ന് വീടുകളിൽ വന്ന് കുറെ സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സർവീസുകൾ എന്താണ്? ഹോം കെയർ സർവീസുകളാണ്. മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ യുദ്ധഭൂമികളിലോ ഒക്കെ വാഹനങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതേമാതിരി ഡോക്ടേഴ്സ് നഴ്സുമാരെ എന്തെങ്കിലും ചെറിയ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളൊക്കെ ആയിട്ട് പോയി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി വരികയാണെങ്കിൽ അത് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയും. പിന്നെ ഡേ കെയർ സെന്ററുകൾ ചില പാരന്റ്സുകളെല്ലാം ഹോസ്പിറ്റലിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം സൗകര്യപ്രദമായ ഇങ്ങനത്തെ ഇപ്പൊ കുട്ടികളെ നോക്കുന്ന മാതിരി തന്നെ പ്രായമായ വ്യക്തികളെയോ അല്ലെങ്കിൽ രോഗികളായ വ്യക്തികളെയൊക്കെ ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ടൊക്കെയാണ് ജോലികൾക്കൊക്കെ പോയി തിരിച്ചു വന്ന് നമ്മള് വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതിനെ ഡേ കെയർ സെന്റർ എന്ന് പറയും. നൈറ്റ് ഹോസ്പിറ്റൽസ് ഇൻ കേസ് നമുക്ക് വലിയ ഹോസ്പിറ്റലിലൊന്നും നമുക്ക് പറ്റുന്നില്ല അല്ലെ?
അപ്പോ എത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നൈറ്റ്, ഈ നൈറ്റ് നമുക്കൊരു എവിടെയെങ്കിലും പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റ് ഹോസ്പിറ്റൽസ് അവിടെ കൂടുതലായിട്ട് കിടത്തി ചികിത്സിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, നൈറ്റ് ആയിട്ടുള്ള ടൈമുകളിലെല്ലാം അത്തരം രോഗികളെ പരിശീലിക്കുന്ന ഒരു സമ്പ്രദായമാണ് മെഡിക്കൽ കെയർ ക്യാമ്പുകളെ നമുക്കറിയാം. മിക്കവാറും ഇപ്പൊ തന്നെ നമുക്കറിയാം കണ്ണൂര് അവിടെ എന്താ പറയുക വയനാടൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സ്ഥിതിഗതികൾ അതിനൊപ്പം തന്നെ മെഡിക്കൽ കെയർ ക്യാമ്പുകളൊക്കെ സൗഹൃദമായിട്ട്. കാരണം ഓരോ ഹോസ്പിറ്റലുകളും ഓരോ വീടുകൾ വരെയാണ് മെഡിക്കൽ കെയർ ക്യാമ്പുകൾക്കൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് അവിടുത്തെ ആ സിറ്റുവേഷൻ അതാണ് അന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്കിൽ ആ ടൈമിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് എന്താ മെഡിക്കൽ കെയർ ക്യാമ്പുകൾ സെറ്റ് ചെയ്ത് അപ്പാപ്പയുടെ രോഗികളൊക്കെ പരിശോധിച്ച് അവരുടെ രോഗവും ചികിത്സയുമായി പെട്ടെന്ന് കൊടുക്കേണ്ട മരുന്നുകളൊക്കെ കൊടുത്ത് അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഉണ്ടാകുന്ന ഒരു ക്യാമ്പുകളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത്തരമുള്ളതൊക്കെ എന്താണ് എക്സ്ട്രാ മിറർ ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് ഹോസ്പിറ്റലിന്റെ അകത്തല്ല, ആ വാളിനുള്ളിലല്ല, ആ മതിൽക്കെട്ടിനുള്ളിലല്ല ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോ ഇൻട്രാമിറൽ ഫംഗ്ഷൻസും എക്സ്ട്രാ മിറൽ ഫംഗ്ഷൻസും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സ്ട്രാ മിറൽ ഫംഗ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് എന്റെ ഔട്ട് പേഷ്യന്റ് സർവീസ്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെന്താണെന്നുള്ളതെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈനംദിനം കണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം എക്സ്ട്രാ മിറൽ ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോക്കിയാണോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മളെ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയുണ്ടോ. ലാസ്റ്റ് എടുത്തതെന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് ഹോസ്പിറ്റൽ ഫംഗ്ഷന്. അതിൽ ഇൻട്രാമിറൽ ഫംഗ്ഷനും എക്സ്ട്രാ മിറൽ ഫംഗ്ഷൻസും എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് ആണ് നടക്കുന്നത്. ഇൻട്രാമിററിൽ ഈ പറഞ്ഞാണോ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. എക്സ്ട്രാ മിറൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ്. പ്രായമായവർ പഠിച്ചിരിക്കുന്ന രീതികളിലും അതേമാതിരി ദുരിതാശ്വാസ ക്യാമ്പുകളിലും അല്ലെങ്കിൽ ഭൂമികളിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് രോഗങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ മിറർ ഫംഗ്ഷൻസ് ഒക്കെ നടത്തുന്നത്. ചിലപ്പോൾ ഗവൺമെന്റ് വരെ അതിന് തയ്യാറാവും അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉടനടി എത്തിച്ച് രോഗങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആശ്വാസങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇതെല്ലാം എക്സ്ട്രാ മിറർ ഫംഗ്ഷൻസ് ആണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ 2 ക്ലാസ്സിലായിട്ടാണ് എടുത്തത്. അതിൽ ട്രഡീഷണൽ കുറെ കാര്യങ്ങൾ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതിയും പിന്നെ ഇന്നത്തെ കാലത്തുള്ള ചികിത്സാ രീതിയും അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് പറഞ്ഞു, കാറ്റഗറൈസ് ചെയ്തു. പിന്നെ വീണ്ടും കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതായത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഏരിയ ബീങ് ഡെവലപ്ഡ് ആസ് എ സ്ട്രീറ്റ് കെയർ സിസ്റ്റം, അതിൽ സബ് സെന്ററും പ്രൈമറി സെന്ററും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എടുക്കുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വെക്കുക. എത്ര ബെഡുകളും ഡോക്ടേഴ്സും എത്ര പേഴ്സൺസ് ഇൻഡിവിജ്വൽസിനൊക്കെയാണ് കൈകാര്യം ചെയ്ത് നോക്കി വെക്കുക. ഓക്കെ, എനിവേ നമുക്ക് റിഹാബിലിറ്റേറ്റീവ് മീന് പുനരധിവാസം തന്നെയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും വീണ്ടും എന്തെങ്കിലും തെറാപ്പികളോ അല്ലെങ്കിൽ മെന്റലി എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനുശേഷം ആ വ്യക്തിയെ സാധാരണ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് റിഹാബിലിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഫിസിക്കലി മെന്റലി ചിലപ്പോ ചില എക്സസൈസുകളൊക്കെ കൊടുത്തായിരിക്കും. എന്തെങ്കിലും കയ്യോ കാലോ ഒടുവൊക്കെ സംഭവിക്കാൻ നമുക്ക് ഫിസിയോതെറാപ്പി ഒക്കെ കൊടുക്കൂലേ, അങ്ങനെ ഫിസിക്കലി എന്തെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ മെന്റലി ആണെങ്കിൽ എന്താ അവർക്ക് എന്തെങ്കിലും മോട്ടിവേഷനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സോഷ്യലായിട്ട് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനൊക്കെ ഉള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്ന ഒരു മേഖലയാണ് റീഹാബിലിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയറായോ? തന്നെ നമുക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ട്. അതായത് ഇതിന്റെ ഞാൻ കണ്ടിന്യൂ ചെയ്തതിന്റെ നോട്ട്സ് എഴുതിക്കോട്ടെ. എന്താ പറയുക, എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്റെ ക്ലാസ്സിന്റെ ടൈമാണിത്. ഞാനത് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ ഇച്ചിരി നോട്ട്സ് ചെയ്തില്ല, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തിച്ചാൽ എന്ത് കുഴപ്പമുണ്ടാവില്ലല്ലോ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഈ അവരും വായുതാ മിസ്സിന്റെ ആണ്. പക്ഷെ വായുതാ മിസ്സിന് കുട്ടിക്ക് വയ്യാത്ത കാരണം
എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. നെക്സ്റ്റ് അവറാണ് എന്റെ, അതായത് ഇനി വരുന്ന അവറാണ്. ഞാൻ പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്തോട്ടെ, നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കാതെ കുറച്ച് നോട്ട് തരാം, അത് ക്വസ്റ്റ്യൻസ് തരാം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങിയിടുകയും ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് 2 ക്ലാസ് കിട്ടിയതാണ്. ശരിക്കും ഒരു ക്ലാസ്സിൽ ഞാൻ ഈ നോട്ടും ക്വസ്റ്റ്യൻ ആൻസറും ചെയ്യിപ്പിക്കണമെന്ന് ഓർത്തതല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയിടുകയും ചെയ്യാം, ഈ നോട്ടൊന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ കണ്ടിന്യൂ ചെയ്തോളം പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിക്കോ. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ബുക്ക് എടുത്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ അല്ലേ? പറഞ്ഞോളാം, പറഞ്ഞോട്ടെ ഞാൻ. One PHC is located for population of PHC. PHC എന്ന് പറയുമ്പോൾ എന്താണ്? മിക്കവാറും ഈ ക്വസ്റ്റ്യനുമായി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കൂടുതലും ഞാൻ നോക്കിയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്നാണ് കൂടുതലും ചോദിക്കുന്നത്. കാരണം ട്രഡീഷണൽ സിസ്റ്റം ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കുന്നതുണ്ട്. വൺ PHC. PHC എന്ന് പറയുന്നത് എന്താ? പബ്ലിക് ഹെൽത്ത് സെന്റർ. അപ്പൊ വൺ PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ പോപ്പുലേഷൻ ഓഫ്, എത്രത്തോളം പോപ്പുലേഷനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എന്ത്? വൺ PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ പോപ്പുലേഷൻ ഓഫ് ഹൗ മച്ച്, എത്രത്തോളം ഇൻഡിവിജ്വൽസിനെ അവര് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ ഓപ്ഷൻ പറയാം. ഓപ്ഷൻ ചോദ്യം തോന്നി പറയട്ടെ. വൺ PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ പോപ്പുലേഷൻ ഓഫ്, നമ്മള് സെമി ബ്രാക്കറ്റ് ഇട്ടേക്കാണ്, സെമി ഡാഷ് ഇട്ടേക്കാണ് ചോദ്യത്തില്. വൺ PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ പോപ്പുലേഷൻ ഓഫ്, രണ്ട് കുത്തും ഒരു ലൈനൊക്കെ ഇടും. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് ചോദിച്ചേക്കുന്നു. 5000. ഓപ്ഷൻ നമ്പർ എ 5000. ഓപ്ഷൻ നമ്പർ ബി 30,000. ഓപ്ഷൻ നമ്പർ സി 1 lakh. then ഓപ്ഷൻ നമ്പർ ഡി 500. എന്തായിരിക്കും? ഓപ്ഷൻ നമ്പർ എ 5000, ഓപ്ഷൻ നമ്പർ ബി 30,000, ഓപ്ഷൻ നമ്പർ സി 10,000 1 lakh, ഓപ്ഷൻ നമ്പർ ഡി 500. ശ്രദ്ധിച്ചോളൂട്ടാ. വൺ PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ, ഓക്കെ, ബി തന്നെയാണ്, 30,000 ആണ്. അത് നമുക്ക് കുറച്ച് ഈ നമ്പറുകൾ തന്നേക്കണ ഒരു കൺഫ്യൂസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചേരേണ്ടോ. അത് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ നോക്കാം. വൺ PHC അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ CHC എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാലും, അപ്പൊ നിങ്ങൾ അത് കോമൺ ആയിട്ട് പ്രത്യേകം പഠിച്ചു വെച്ചിരിക്കാം. വൺ PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ പോപ്പുലേഷൻ ഓഫ് 30,000 ആണ് ആൻസർ. 30,000 ആണ്. ചോദ്യം ആൻസർ കിട്ടിയോ? ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? ചോദ്യം ഒന്നുകൂടെ പറയാം. വൺ PHC ഈസ് ലൊക്കേറ്റഡ് ഫോർ പോപ്പുലേഷൻ ഓഫ്, ആൻസർ ഓപ്ഷൻ ഇട്ടാ തന്നത് കൃത്യമായ ആൻസർ എന്ന് പറയുന്നത് 30,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് സിസ്റ്റം based on healthcare delivery in which system is based on healthcare delivery in rural areas? In which system based on healthcare delivery in rural areas? റൂറൽ ഏരിയയില് ഏത് സിസ്റ്റമാണ് ബേസ് ചെയ്തിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് റൂറൽ ഏരിയയില് ഹെൽത്ത് കെയർ? In which system
ഏത് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്? സബ് സെന്റർ ഒരു പോയിന്റ് ആണ്, അതിനൊരു ഒറ്റ പേര് പറയും. ഇൻ വിച്ച് സിസ്റ്റം, അങ്ങനെയല്ല. ഇൻ വിച്ച് സിസ്റ്റം, ഏതാ സിസ്റ്റം? നമ്മളത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. 3 ടയർ സിസ്റ്റം, ആ വേർഡ് തന്നെ നോക്കാം. ഓക്കെ, ഗുഡ്. 3 ടയർ സിസ്റ്റം. ഹെൽത്ത് സെന്ററിലെ റൂറൽ ഏരിയയിലെ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? 3 ടയർ സിസ്റ്റം ആണ്. അപ്പോ അത് ശ്രദ്ധിച്ച്, നമ്മൾ ഒരാൾക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വേർഡാണ്. അതുകൊണ്ടാണ് അത് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടത്. ഇൻ വിച്ച് സിസ്റ്റം ഓഫ് ബേസ്ഡ് ഹെൽത്ത് കെയർ ഡെലിവറി ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ നമ്മൾ പഠിച്ചു, നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണ്. സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി സെന്റർ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെ കോമൺ ആയിട്ട് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? 3 ടയർ സിസ്റ്റം. ഇല്ലയോ? ചോദ്യം ഒന്നും കൂടി എന്താ പറയുക, ചിലർക്ക് സ്പീഡ് കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇൻ വിച്ച് സിസ്റ്റം based on healthcare delivery in rural area. Answer 3 tier system. 3 tier system എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അങ്ങനെ 3 ഇതുകൾ കൂടി ചേർന്നിട്ടുള്ള 3 ടയർ സിസ്റ്റം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. Principal unit of administration in India. Principal unit of administration in India. Principal unit of administration in India for healthcare system. For healthcare system. System പൂർണ്ണമാണെങ്കിൽ അതോടെ ഇരിക്കുള്ളൂ. For healthcare system. Healthcare systemത്തിലെ principal unit ഏതാണ് ഇന്ത്യയിൽ? Principal unit of administration in എന്താണ് ഭരണത്തിലെ ഏത് ഏറ്റവും മുകളിൽ കിടന്ന ഭരണം ഏതായിരിക്കും? നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ മതി. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഏറ്റവും മുകളിൽ ഏതാണ്? നാഷണൽ ലെവൽ അല്ലെ? അതിനെ സെൻട്രൽ നമ്മൾ പറയുമ്പോൾ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് എന്നൊക്കെ പറയില്ലേ? നമ്മള് നാഷണൽ ലെവൽ. അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും പിന്നെ റൂറൽ ഏരിയയൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം. പ്രിൻസിപ്പൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. Principal unit of administration in India for healthcare. ചോദ്യം ആക്ച്വലി ഇത്രയേ ഉള്ളൂ. പക്ഷെ അതായത് പ്രിൻസിപ്പൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ടാണ് ചോദ്യം. പക്ഷെ ആക്ച്വലി അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയറിനോട് വേണം അല്ലെ? ആരോഗ്യ സുരക്ഷയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള അതൊന്നും കൂടി വേണ്ടേ? അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. പ്രിൻസിപ്പൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഫോർ ഹെൽത്ത് കെയർ. ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അവര്. സബ് സെന്റർ എന്താ പറയണേ, അല്ലെങ്കിൽ സെന്റർ, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് തന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സെന്റർ അല്ലെങ്കിൽ നാഷണൽ ലെവൽ. നാഷണൽ ലെവൽ അല്ലെങ്കിൽ സെന്റർ. സ്റ്റേറ്റ് ലെവലല്ല, ഡിസ്ട്രിക്ട് ലെവലല്ല, സെൻട്രൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവൽ ആയിരിക്കും. ഓപ്ഷനൊക്കെ ഇതെല്ലാം ഓപ്ഷനിൽ പെടും. സ്റ്റേറ്റ് ലെവൽ വരും, ഡിസ്ട്രിക്ട് ലെവൽ വരും, സെൻട്രൽ എന്നും പറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? സെൻട്രലാണ്, സെൻട്രൽ ലെവലാണ് അല്ലെങ്കിൽ നാഷണൽ ലെവലാണ്. ചോദ്യം കൂടെ പറയാം. പ്രിൻസിപ്പൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഫോർ ഹെൽത്ത് കെയർ. ആൻസർ സെൻട്രൽ ലെവൽ. കിട്ടിയോ? നെക്സ്റ്റ് വേണമെന്നായിരിക്കോളൂ. Staffs at CHC include. Staffs at CHC include
staffs at CHC include. Option A is staff, STAF, okay. Staffs, STAF, staffs, STAF, staffs at CHC include. And semicolon കൊടുത്തേക്കാണ് ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്. അതിലും ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ എ ക്ലർക്ക്, ഓപ്ഷൻ എ ക്ലർക്ക്, ഓപ്ഷൻ ബി ഡോക്ടർ, ഓപ്ഷൻ സി നഴ്സ്, ഓപ്ഷൻ ഡി എന്തായിരിക്കും? ഓപ്ഷൻ ഡി എന്തായിരിക്കും? അല്ലെ? എല്ലാവരും വരും. ഇന്നത്തെ CHC-യില് ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, ക്ലർക്കുമാരൊക്കെ ഉണ്ടാവും. ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചോദിക്കാതായി. ഹൗ മച്ച് വിച്ച് ഫെസിലിറ്റീസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ട് അവരിങ്ങനെ ചോദിക്കും എക്സ്റേ, ലബോറട്ടറി, അല്ലെങ്കിൽ എന്താ ഫെസിലിറ്റി, അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി, എന്തെങ്കിലും അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വെച്ചുകൊണ്ട് ചോദിക്കും. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എന്തൊക്കെയാണ് ലബോറട്ടറിയും എക്സ്റേയും ഓപ്പറേഷൻ തിയേറ്ററും അതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും അല്ലെ നമ്മുടെ കമ്മ്യൂണിറ്റി. അതായത് അതേസമയം ഇവിടെയൊക്കെ ഉണ്ടോ സബ് സെന്ററിലും പ്രൈമറി സെന്ററിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വരുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകളെ വെച്ച് ചോദിച്ചാലും അതേമാതിരിയായിട്ടാണ് എന്തെങ്കിലും ഫെസിലിറ്റി വെച്ച് ചോദിച്ചാലും നിങ്ങളത് ആൻസർ ചെയ്യണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് ചോദിച്ചത് സ്റ്റാഫ്സ് അറ്റ് CHC ഇൻക്ലൂഡ്. ഷോർട്ട് ഫോം ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ആകെ ഇതാവരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. CHC എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്, PHC എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. എന്തായാലും ഈ 3 ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേരാ. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ലെസൺ ഈ പീരിയഡിൽ ഇതായിരിക്കും, ഇതിൽ നിന്നായിരിക്കും കൂടുതൽ വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, അല്ല കൂടുതൽ കെയർ ചെയ്ത് പഠിച്ചു കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. സ്റ്റാഫ് അറ്റ് CHC ഇൻക്ലൂഡ് കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Which of the one at a sub-center level? Which of the one of sub-center level? അല്ലെങ്കിൽ ഇങ്ങനെ വരാം, which one at under the sub-center level? സബ്-സെന്റർ ശരിക്കും എന്തിന്റെ കീഴിലാ വരാം? ഓക്കെ, PHC-യുടെ കീഴിലാണ് വരാം, സബ്-സെന്ററിലുള്ള വരാം. അത് തന്നെ നേരെ PHC എന്താണെന്ന് ചോദിക്കുമ്പോഴും റൂറൽ ഏരിയയിലുള്ളതാണ് സബ് സെന്റർ, പഞ്ചായത്തിന്റെ കീഴിലാണ് സബ് സെന്റർ വരിക. അങ്ങനെ പ്രത്യേകമായ രീതികളുണ്ട്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ നോട്ട് ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോ റൂറൽ ഏരിയാസിലുള്ളതാണ് സബ് സെന്റർ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പഞ്ചായത്തുകളുടെ കീഴിലാണെന്നുള്ളതാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വീണ്ടും ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരിക. പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കീഴിലാണോ സബ് സെന്റർ വരിക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കീഴിലാണോ, അങ്ങനെയാണ് ഓപ്ഷൻ എങ്കിൽ അതനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കുക. എന്താണോ ഓപ്ഷൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആയോ? ഓപ്ഷൻസ് പല രീതിയിലും വരാം. പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണോ, അല്ലെങ്കിൽ റൂറൽ ഏരിയയുടെ അണ്ടറിലാണോ വന്നത്, അതല്ലെങ്കിൽ PHC-യുടെ കീഴിൽ അങ്ങനെയുള്ള ലേബലിലാണോ ഓപ്ഷൻ വന്നേക്കുന്നത് നോക്കാം. ഓപ്ഷന്റെ അനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സബ് സെന്ററിൽ സാധാരണയായിട്ട് എന്താണ് PHC-ക്ക് കീഴിലായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 6 സബ് സെന്റേഴ്സ് എന്താ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കീഴിലാണ്. അപ്പോ നോക്കാം, വിച്ച് ഓഫ് ദ വൺ അറ്റ് സബ് സെന്റർ, വിച്ച് ഓഫ് ദ വൺ അറ്റ് സബ് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം.
ഈ ചോദ്യത്തിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരിക. അത് നിങ്ങൾ ഓപ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അനുസരിച്ചായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സബ് സെന്ററിൽ പൊതുവെ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഓപ്ഷൻ PHC CHC എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നെയെങ്കിൽ നിങ്ങൾ എഴുതുക PHC ആണ്. ഇൻ കേസ് സബ് സെന്ററിൽ എവിടെയാണെന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക, റൂറൽ ഏരിയകളാണ് എന്നുള്ളത് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കിട്ടിയോ? ഞാൻ ഉദ്ദേശിച്ച ചോദ്യം നിങ്ങൾക്ക് കിട്ടിയോ? ക്ലിയർ ആയോ? ചോദ്യം മിച്ച് ഓക്കെ മനസ്സിലായില്ല വിചാരിക്കുന്നു. ഓക്കെ അപ്പൊ വിച്ച് ഓഫ് ദ വൺ അറ്റ് സബ് സെന്റർ ലെവൽ, ഇവിടെ ആ ചോദ്യം ആൻസർ ഇന്നത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസർ പ്രൈമറി ഹെൽത്ത് സെന്റർ PHC. ഇനി വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ഹെൽത്ത് സർവീസ് ഇൻ ഫോളോയിങ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഹയസ്റ്റ് ലെവൽ ഓഫ് ദ ഇന്റഗ്രേഷൻ, ഹയസ്റ്റ് ലെവൽ ഓഫ് ദ ഇന്റഗ്രേഷൻ, ഹയസ്റ്റ് ലെവൽ ഓഫ് ദ ഇന്റഗ്രേഷൻ ഇൻ ഹെൽത്ത് സർവീസ്, in health service, highest level of integration. Integration spelling INTEGRATION. Highest level of integration in health service is the following. Highest level of integration in health service is the following. താഴെ പറയുന്നു. ഓപ്ഷൻ നമ്പർ A PHC, ഓപ്ഷൻ നമ്പർ B സബ് സെന്റർ, ഓപ്ഷൻ നമ്പർ C CHC, option number D none of this. Highest level of integration in health service in the following എന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടി നോക്കാം. ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ഹെൽത്ത് സർവീസ് ഇൻ ദ ഫോളോയിങ് ഏതായിരിക്കും? PHC, സബ് സെന്റർ, CHC, none of this. C, ഓപ്ഷൻ C ആണ് CHC അല്ലേ? നമ്മുടെ ഈ ഇന്റഗ്രേഷനിൽ ഏറ്റവും ടോപ്പ് ഏതാണ്? CHC ആണ്. നമ്മൾ കണ്ടു ഡയഗ്രത്തിലെ ഏറ്റവും ടോപ്പ് ഏതാണ്? നാഷണൽ ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ ലെവൽ ആണ്. നമ്മുടെ ഓപ്ഷനിൽ തന്നേക്കുന്നതിൽ ഈ ലെവൽ ഇന്റഗ്രേഷൻ, ആ ഒരു 3 ടയർ സിസ്റ്റത്തിന്റെ ഇന്റഗ്രേഷന്റെ ഏറ്റവും ടോപ്പ് ഏറ്റവും ഉള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലാക്കിയിരുന്നാൽ ഓക്കെയാണ്, ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കിട്ടിയോ? അത് ചോദ്യം കൂടി പറയാം. ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ഹെൽത്ത് സർവീസ് ഇൻ ദ ഫോളോയിങ്. ഓപ്ഷൻ നമ്പർ A PHC, സെക്കൻഡ് B സബ് സെന്റർ, തേർഡ് CHC, ഫോർത്ത് വൺ നൺ ഓഫ് ദിസ്. അതിലെന്തായിരിക്കും? C. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. How many beds are the question? Okay, how many beds are there in PHC for indoor patient? അത്രയും നേരമൊന്നുമില്ല. How many beds are there in PHC? How many beds are there in PHC? ഓക്കെ, ശരിയാണ്. 5 beds ആണ്. Then next എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. ഹൗ മെനി ബെഡ്സ് ആർ ദെയർ ഇൻ PHC?
ആൻസർ 5. Then next question നോക്കാം. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കവേഴ്സ് a population of community health centers covers COVERS cover ചെയ്യുന്നു. A population of എത്രത്തോളം പോപ്പുലേഷനെ കവർ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 1,20,000. നമ്മളെ ബെഡുകളും ഈ ഇന്റലിജൻസിന്റെ നമ്പറും ഫുൾ ഫോമും പിന്നെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അണ്ടറിന്റെ എന്തിന്റെ അണ്ടറിലാണ് വന്നേന്നും അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. കവേഴ്സ് COVERS കവേഴ്സ് തന്നെയാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് വെക്കാട്ടോ. ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇതിന് തന്നെ ക്വസ്റ്റ്യൻസ് ഇടുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Which one is appointed to provide health service in village? Which one is appointed to provide health service in village? ഹെൽത്ത് സർവീസുകൾ വില്ലേജുകളിലെ ഹെൽത്ത് സർവീസ് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ആരാണ്? Which one is appointed to provide health service in village? അങ്ങനെ ഒരു അതിനെ പറയുന്ന വർക്കറിന്റെ പേര് എന്താണ്? ഹെൽത്ത് വർക്കർ. അങ്ങനെയാണ് ചോദിക്കണമെങ്കിൽ ഓപ്ഷനില് വർക്കേഴ്സിനെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് എന്നുള്ള ലേബിൾ വരും. ഓക്കെ, ആശാ വർക്കർ എന്നൊക്കെ പറയുന്നത് ഹെൽത്ത് വർക്കേഴ്സ് എന്നുള്ള ലേബിളിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഓപ്ഷനിൽ വരും എന്തായാലും. അതിപ്പോ ആശാ വർക്കറിന് പകരം ഹെൽത്ത് വർക്കേഴ്സ് എന്നായിരിക്കും തരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽത്ത് വർക്കേഴ്സ് അല്ലെ? ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് വർക്കേഴ്സ് ആണ്. അപ്പൊ അതനുസരിച്ച് എഴുതുക. അപ്പൊ ചോദ്യം ഇതാണ്, which one is appointed to provide a health service in village? Answer health workers. Health worker. Okay, അടുത്ത ക്വസ്റ്റ്യൻ. How many beds are there in community health center covers a population of community health center covers a population of community health center covers a population of answer 1,20,000. എത്രത്തോളം പോപ്പുലേഷനെ കവർ ചെയ്തിട്ടുണ്ട്? മിക്കവാറും ഒരു എന്താ പറയുക സെമി കോളൻ ഇട്ടായിരിക്കും ഓപ്ഷൻസ് വരുന്നത്. ഇഷ്യൂ ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും മടിയായിരിക്കും. എനിവേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോളൂ. നമ്മളിപ്പോ എടുത്ത ഭാഗം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രാന്യൂറൽ ഫങ്ഷൻസ് ആൻഡ് എക്സ്ട്രാന്യൂറൽ ഫങ്ഷൻ? ഒരു ചെറിയൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ ആൻസർ. What is the difference between intramural function and the extramural function? എന്തായിരിക്കും ആൻസർ? വിത്തിൻ ദ ഫംഗ്ഷൻ ഇൻട്രാമുറൽ, ഇതാണ് ഔട്ട്സൈഡ് അല്ലെ? ഔട്ട്സൈഡ് ഫംഗ്ഷൻ ആണ് എക്സ്ട്രാമുറൽ. ക്വസ്റ്റ്യൻ എന്തായാലും ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. വിത്തിൻ്റെ ആണോ ഔട്ട്സൈഡ് ആണോ നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്.
That is the difference between എന്താണ് intramural function and extramural function. Answer എന്താ? Within the wall എന്താണ് intramural function, outside the wall of hospital extramural function. കിട്ടിയോ? Is the difference between intramural function and extramural function. Then intramural function within the wall of the hospital, extramural function outside the wall of the hospital. Outside the wall of the hospital. നോക്കാം, നിങ്ങൾക്ക് പൊതുവെ ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് വരുന്ന ഭാഗം ഞാൻ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഈ ചാപ്റ്ററിന് അതായിരിക്കും പ്രധാനപ്പെട്ടതായിട്ട് ഇടുക ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിൽ തന്നെ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇട്ടത്. മറ്റേത് അത്രയും അങ്ങനെ തോന്നുന്നില്ല ഇടാറുണ്ടെന്ന്, അതുകൊണ്ടാണ് കാണാറുണ്ടെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് അത്രയും തോന്നുന്നില്ല. കൂടുതലായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ ഇത് അങ്ങനെയാണ് നോട്ട് ചെയ്തപ്പോ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണത് ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ട് ഞാനത് ഇട്ടത്. ഓക്കെ, നിങ്ങളപ്പോ ആ ഭാഗം ക്ലിയർ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. എനിവേ ഈ ചാപ്റ്ററിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻട്രാപെരൽ എന്നോട് പറയാമോ എന്നാണ് ഉദ്ദേശിച്ചത്. ഇൻട്രാപെരൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ആകുമ്പോൾ ആ ചോദ്യത്തിന്റെ എന്താ പറയുക, അതിന്റെ ഉള്ളിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് 4 ക്വസ്റ്റ്യൻ. നമുക്ക് ചോദിക്കാം, ഞാൻ പറയാം. എനിവേ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അതായത് ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. അതായത് എന്താണ് റെസ്ട്രിക്റ്റീവ്, പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ, റിസർച്ച്. ഇന്ന് എടുത്ത ക്ലാസ്സാണത്. അപ്പൊ അതിൽ നടക്കുന്ന ഫങ്ഷൻസ്, ഹോസ്പിറ്റലിന്റെ അകത്ത് നടക്കുന്ന എഡ്യൂക്കേഷൻ ആയാലും എന്തെങ്കിലും രോഗിയെ കുറിച്ചുള്ള പരിചരണമോ അതുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും, റിസർച്ച് ഗവേഷണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസ് കൊടുക്കുകയാണെങ്കിലും എല്ലാനും എന്തിലാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലാണ് നടക്കുന്നത്. ഡീപ്പായിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ചോദിച്ചാൽ അത്യാവശ്യം മനസ്സിലായോ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്? ഞാൻ കുറച്ച് കൂടുതൽ നേരം വിശദീകരിച്ചാണ് ഇന്ന് ക്ലാസ് എടുത്തത്. എനിക്ക് അതുപോലെ ചെറിയൊരു ടോപ്പിക്കിന് കുറെ സമയമുണ്ട്. ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കുന്നവർക്കൊക്കെ ദേഷ്യം വരും. മനസ്സിലായോ എന്താണ്? അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ്, പ്രധാനമായിട്ട് രോഗി പരിചരണം, രോഗിയെ കൈകാര്യം ശീലം ഉള്ള കാര്യങ്ങളെല്ലാം, അതേപോലെ തന്നെ എന്തെങ്കിലും പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം എന്താണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിലാണ് വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പോ ഇനി വേറെന്തെങ്കിലും ഈ പാഠവുമായി ബന്ധപ്പെട്ടുണ്ടോ? PDF-മായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻസും തന്നു, ശേഷം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെയാണോ? ഒന്നൊന്ന് ഓക്കെ പറഞ്ഞേ. എങ്കിൽ ഞാൻ അടുത്ത ചാപ്റ്ററിന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അൺമ്യൂട്ട് ആക്കാനാണ് പറയാം. ഓക്കെ ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കി. മേഡം ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ അതെ. ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അതായത് സ്റ്റാഫ്സ് അറ്റ് CHC ഇൻക്ലൂഡ്. ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. CHC ഇൻക്ലൂഡ്, സ്റ്റാഫ്സ് അറ്റ് CHC ഇൻക്ലൂഡ്. അതിലെ ഓപ്ഷൻ പറയുന്നുണ്ട്. എന്താണ്? ക്ലർക്ക്, അല്ലെങ്കിൽ എന്താണ് നേഴ്സ്, ഡോക്ടർ, അങ്ങനെ ABC. ക്ലർക്ക്, ഡോക്ടർ, നേഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ളതാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ്.
CHC ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് ക്ലർക്കന്മാര്, ഡോക്ടേഴ്സ്, നഴ്സുമാര്, അവിടെ അത്യാവശ്യം വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോ അവരെല്ലാവരും തന്നെ അതിൽ പെടും അല്ലേ? അതുകൊണ്ടാണ് ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം PHC ആണോ CHC ആണോ എന്നൊക്കെ. അല്ലെങ്കിൽ ആ ഇതിനനുസരിച്ച് CHC-യിലാണെങ്കിൽ ചിലപ്പോ ഇത് തന്നെ വേറൊരു ഓപ്ഷനും വരാമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടും വരാം. അപ്പൊ CHC ആണെങ്കിൽ ഓക്കെ, എക്സ്റേ ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും, എന്താ പറയുക ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ഉണ്ടാവും. അതേസമയം PHC-യിലൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങള് കൃത്യമായിട്ട് ക്വസ്റ്റ്യനും ആൻസറും വായിച്ചു നോക്കും. ക്ലിയർ ആയോ? കിട്ടിയോ? ഓക്കെ ആണോ? അതെ, ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ഇനി നമ്മുടെ അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു വെച്ചേരെ, കാരണം അടുത്തൊരു ചാപ്റ്ററിലേക്ക് ഒന്ന് പോവേണ്ടതുണ്ടായിരുന്നു. കണ്ടിന്യൂഷൻ ആയിട്ടെങ്കിലും നമുക്ക് തുടങ്ങണമല്ലോ. ഈ ചാപ്റ്റർ ശരിക്കും എന്റെ ഒരു ക്ലാസ് കൊണ്ട് തീരേണ്ടത്. എനിക്കാണെങ്കിൽ ഇപ്പൊ 2 ക്ലാസ് കിട്ടുകയും ചെയ്തു. പക്ഷെ നമുക്ക് എന്താ പറയാ 12 മണി വരെ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഉള്ളത്. എനിവേ, അപ്പൊ അതുവരേക്കും നമുക്കൊന്ന് ജസ്റ്റ് ഈ ചാപ്റ്ററിനെ കുറിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറച്ചു നേരമേ ഉള്ളൂ. എന്തായാലും ചാപ്റ്റർ നിങ്ങൾ 12 ആയിരിക്കും എന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവുക. അതിൽ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഓർത്തൊക്കെ വെച്ച് വരികയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്നോടൊപ്പം തന്നെ അതിനെ പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്ര നേരം നമ്മൾ എന്താണ് ഫ്രണ്ട് ഓഫീസ് പഠിച്ചപ്പോഴും വില്ലേജ് വേസ്റ്റ് പഠിച്ചപ്പോഴും ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ? ഹെൽത്ത് കെയർ സിസ്റ്റം പഠിച്ചപ്പോഴും അതോടൊപ്പം തന്നെ നിങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. അതായത് ഒരു പേഷ്യൻസിനെ ജസ്റ്റ് ചെറുതായിട്ട് ആലോചിച്ച് വെച്ചാൽ മതി. ഒരു പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ കേസ് ഡിസ്ചാർജ് അല്ലാതെ തന്നെ ഒരു പേഷ്യന്റിന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ ഫെസിലിറ്റി കുറവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പെർമിഷൻ ഒക്കെ ചോദിച്ച് മേടിച്ചു പോകും ആ ടൈമില്. അപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഇൻ കേസ് എന്താ പറയുക രോഗിക്ക് കൂടുതലും ഹോസ്പിറ്റലിലെ പരിചരണം വേണ്ട, ചില വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ് ചെയ്യണമെന്നില്ല എന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റിയോട് കൂടിയല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി നമ്മുടെ വീടുകളിൽ തന്നെ എന്തെങ്കിലും ഓക്സിജനോ എന്തെങ്കിലും പ്രഷർ നോക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തന്നെ വീടുകളിൽ കൊണ്ടുപോകാവുന്ന ചില അവസരങ്ങളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സമയങ്ങളിലെല്ലാം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും, കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതൊക്കെ വരും. അതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇന്ന രീതിയിലൂടെയാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. കുറച്ച് ഡീപ്പായിട്ട് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുറച്ച് നമ്മൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വരുമ്പോൾ ചില പ്രപ്പോസലുകളെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് ചിലപ്പോൾ വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരി കാര്യമായിട്ട് തന്നെ ഇത് വിളിച്ച് നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ മിക്കവാറും ഹോസ്പിറ്റലിൽ പോകാറുള്ള വ്യക്തികൾ തന്നെയാണ്. ആരുടെയെങ്കിലും ചിലപ്പോ എന്താ പറയുക എന്തെങ്കിലും ഡിസ്ചാർജ് അല്ലെ രോഗം ഭേദമായി ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഡെത്ത് വഴി രോഗിയെ അവിടെ നിന്ന് വിടുവിക്കാറുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. കേസ് വീടുകളിലെ മറ്റേതെങ്കിലും ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ രീതിയിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ സമ്മതപത്രത്തോടു കൂടി നമ്മൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളത് നോക്കി വെക്കുക. എന്തായാലും 12 ആവുകയും ചെയ്തു. എനിവേ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും PDF നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഇനി ക്ലാസ് ഉണ്ടാവില്ല, ഇതോടെ ക്ലാസ് അവസാനിക്കും. അപ്പൊ നെക്സ്റ്റ് ടൈമില് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് എടുക്കാം.
ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. എന്തായാലും ഞാനിത് കുറച്ചെങ്കിലും പറയണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ ഇത്തിരി സമയം എടുത്ത് നമുക്ക് ആ ക്ലാസ് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോപ്പിക് ഉണ്ടായിരുന്നെങ്കിലും ഇച്ചിരി സമയം എടുത്ത് കുറച്ചൊക്കെയോ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിക്കുകയും കൂടി ചെയ്തല്ല. ഹാപ്പിയാണ്. കുറച്ചൊക്കെ പേര് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ സന്തോഷമുണ്ട്. എന്തായാലും ഓക്കെ ബൈ. നിങ്ങളും ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ. Thank you, ma'am. മാം ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ആ ക്വസ്റ്റ്യൻസ് മാത്രമേ തന്നുള്ളൂ. പിന്നെ എന്തേ എടുത്തോ? ഈ ചാപ്റ്റർ എടുത്തോ? ഞാൻ ഇപ്പൊ പിന്നെയും കേറിയതാണ്, നെറ്റ് പോയിരുന്നു. അല്ല, പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല ഇന്നിപ്പോ. പ്രത്യേകിച്ച് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു, അതായത് കണ്ടിന്യൂ ആയിട്ട് എടുത്തേക്കണം. നിങ്ങൾക്കും ബോറടിക്കുമല്ലോ കണ്ടിന്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നത്. നമ്മൾ കുറെ നേരമായില്ലേ തന്നെ കുറെ നേരമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ടാണ് 2 അവർ ക്ലാസ് എടുക്കണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ? അരമണിക്കൂറും കൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു മിസ്. ഈ കേസ് ഇങ്ങനത്തെ റീസണബിൾ ആയ കാര്യം ആയതുകൊണ്ടാണ്. 10 ക്വസ്റ്റ്യൻസ് അല്ലേ തന്നുള്ളൂ? അതെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ താങ്ക് യു മിസ്.